ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാനൊരു കുക്കിങ്ങും ഷോപ്പിങ്ങും ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അസ്കർ ഖാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊന്ന് ഇറങ്ങാനുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി പോകാനേ ഉള്ളൂ. പോകുന്ന വഴി തന്നെ ആയതുകൊണ്ട് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. അവിടെയുള്ളൊരു ബിസ്മി എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അതാണ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ്. ഇത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ ബാക്കിൽ വന്ന് വിളിക്കുന്നുണ്ട്, ചാനൽ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ കുറേ പേരെ കണ്ടുട്ടോ. ഈ ഒരു ബിസ്മി എന്ന് പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വെച്ച് തന്നെ കുറേ പേരെ കണ്ടു. പക്ഷേ എല്ലാവരും ഒന്നും വീഡിയോയും ഫോട്ടോയൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവരോടൊക്കെ കണ്ടു സംസാരിച്ച് നല്ല സന്തോഷമായി. അപ്പം ഞാൻ കാര്യമായിട്ട് മൺപാത്രങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു മൺപാത്രം അവിടെ കണ്ടില്ല. അപ്പോൾ പിന്നെ അവിടുന്ന് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോയി. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ഏത് കാജലാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു കാജലാണ് ഞാൻ യൂസ് ചെയ്യാറ്, മെബ്ലിൻ്റെ കൊളോസൽ കാജൽ. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും അതുപോലെ യെല്ലോ കളറും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസ്മിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ജാംജൂം സൂപ്പർ മാർക്കറ്റിലാണ് പോയത്, പെരിന്തൽമണ്ണയിലുള്ള ജാംജൂമിലേക്ക്. അപ്പോൾ അവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു 5-6 പാത്രങ്ങൾ, മൺപാത്രങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാനെടുത്ത മൺപാത്രങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചിക്കിങ്ങിൽ പോയിട്ടൊന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി. മക്കൾക്കൊക്കെ നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലോണം കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസം ലഞ്ചിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ലഞ്ചിന് ഏകദേശം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ചട്ടിയും ചോറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ചട്ടിച്ചോറാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിയ ചട്ടിച്ചോറിലെ എല്ലാ ഐറ്റംസിൻ്റെയും റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്.
അപ്പോൾ ചോറിന് വെള്ളം വെച്ചതിന് ശേഷം പിന്നെ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഈ ഒരു മീനിന് ഞങ്ങളിവിടെ ബത്തൽ എന്നാണ് പറയാറ്. ചിലർ ഇതിന് നത്തൽ എന്ന് പറയും, ചിലർ നത്തോലി എന്ന് പറയും. എന്തായാലും ആ ഒരു മീനാണ് ഇന്ന് ഉപ്പ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈസി ക്ലീനിങ് മെത്തേഡൊക്കെ ഞാൻ ഒരു തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഇതിൻ്റെ വാല് മുറിച്ച് കളയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വാല് അത് ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ വാല് കളയാറില്ല, അങ്ങനെ കഴിക്കാറാണ് ഞങ്ങൾ. അപ്പോൾ ഉമ്മ ഇവിടെ എനിക്ക് ചേമ്പൊക്കെ തൊലി കളഞ്ഞ് തരുന്നുണ്ട്. ചേമ്പ് കൊണ്ട് ഒരു മോരുകറിയും വെക്കുന്നുണ്ട്. അപ്പോൾ ചോറിലേക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. കാരണം കുറേ അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഈ സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോഴേക്കും അരി ഇടാനുള്ള വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി കഴുകിയിടാം. അപ്പോൾ നമ്മൾ എപ്പോഴായാലും അരി നല്ലോണം ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. കാരണം വളരെയധികം രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ മുളകില തോരനാണ് ഉണ്ടാക്കുന്നത്, മുളകില മുട്ടത്തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളകില പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കാന്താരി മുളകിൻ്റെ ഇലയാണ് എടുത്തത്. ഏത് മുളകിൻ്റെ ഇല ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ കാന്താരി മുളകിൻ്റെ ഇലയാണ്. അപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കാന്താരി മുളകും കറിവേപ്പിലയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. ഉമ്മ ഇവിടെ ഷെയ്സിനെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് ഈ മുളകിലയൊന്ന് കഴുകിയെടുക്കാം. പുഴുവോ അല്ലെങ്കിൽ ചളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നോക്കിയിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അത് കഴുകിയെടുത്തു. ഇനി നമുക്ക് മീൻ കറി വെക്കും വേണം, അതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കും വേണം. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള ഉള്ളികളാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഈ എടുത്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ഭാഗം, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി. ഇവയെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ നേരം ഉപ്പ് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
ഇത് മുളക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാർത്തെടുക്കാം. ഇത് നേരത്തെ ഉമ്മ തൊലി കളഞ്ഞു തന്ന ചേമ്പാണ്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 2 വിസിൽ മതി. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും കറിയിലേക്കും തോരനിലേക്കും ഒക്കെയുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. അപ്പോൾ കറിയിലേക്കും തോരനിലേക്കുള്ളത് സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇനി നമുക്ക് കറിയിലേക്കുള്ളതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം സവാള, 2 തണ്ട് കറിവേപ്പില, 1 നുള്ള് ചെറിയ ജീരകം, ഇവയെല്ലാം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തൈരും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം. തൈര് നമ്മൾ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചേമ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുകയും വേണം, വറവിടുകയും വേണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും കടുകും ഇട്ടിട്ടൊന്ന് വറവിടുകയാണ്. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യുക, അടച്ചു വയ്ക്കുക. അപ്പോൾ ചേമ്പ് കൊണ്ടുള്ള മോരുകറി റെഡിയായി. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ടത് കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അവസാനം ഇത് വാങ്ങിക്കാൻ നേരത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നത്തോലി ഫ്രൈ റെഡിയായി. അടുത്തതായിട്ട് നമുക്ക് നത്തോലി മുളക് കറി റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 8 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 1/4 ഭാഗം സവാള, ഇവയെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. അതിതാ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുക്കണം. എന്നിട്ട് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുക്കണം. അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയിലുള്ള പുളിവെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ പുളിവെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റോസ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്,
ഒരു നുള്ള് വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നത്തോലി മീൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുളകില ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളുടെ സിമ്പിൾ, ഈസി ആൻഡ് ടേസ്റ്റി മുളക് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് മുളകില മുട്ടത്തോരൻ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുളകില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇത് വേവാൻ ഒരു 2-3 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ റെഡിയാക്കാം. ഒരു ബൗളിൽ 2 മുട്ട ഉടച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങ ചതച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയുടെ ചെറിയ കഷ്ണം, ആവശ്യത്തിന് മുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇവയെല്ലാം മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് എടുത്താലും മതി. ഇനി വെന്ത് വന്നിട്ടുള്ള മുളകില ഒന്ന് മാറ്റിയിട്ട് നടുവിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ഈ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇളക്കിയിട്ടും നന്നായിട്ട് ഇളക്കാതെ കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ച് വെക്കുക. ഒരു 1 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മുളകില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കോവക്ക മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കോവയ്ക്ക നമ്മളുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ. ഇത് തലേദിവസം പറിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള മുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിനും കാന്താരി മുളക് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ കോവയ്ക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി 5 വറ്റൽമുളകാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിങ്ങനെ ഒരു പ്ലക്കറിൽ വെച്ചിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ചട്ടിയിൽ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുത്താലും മതി. ഞാനിവിടെ തീ കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ അത് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് പുളിയാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ പുളി കുരു കളഞ്ഞ പുളിയാണ് കേട്ടോ, അതുകൊണ്ട് ഇതിൽ മിക്സിയിലിട്ട് അരച്ചെടുത്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുരു കളയണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചമ്മന്തിയും റെഡിയായി. ഇനി കോവക്ക വെന്തതൊന്ന് കടുക് വറുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് കടുക് വറുത്തതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കോവക്ക മെഴുക്ക് പുരട്ടിയും റെഡിയായി. ഉമ്മ അപ്പുറത്ത് പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉപ്പ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉപ്പാക്കുള്ള ചോറ്, ചട്ടിച്ചോറ് റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് സെർവ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കുറച്ച്
മീൻ കറി ഇതിൻ്റെ അടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി ഈ ചോറിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ കറികളും കൂട്ടാനുകളും എല്ലാം ഇതിന് മുകളിൽ തന്നെ നിരത്തി വെക്കുക. അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ ഉപ്പാക്കുള്ളത് റെഡിയായി. അപ്പോൾ ഉമ്മയും ഉപ്പയും ഒരുമിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളെന്താ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്തതെന്നുള്ള കമൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഉമ്മയും ഉപ്പയും ഷുഗർ പേഷ്യൻസാണ്. അപ്പോൾ അവർക്ക് ഇൻസുലിനൊക്കെ എടുക്കുന്നതുകൊണ്ട് വിശപ്പ് അങ്ങനെ കൂടുതൽ സമയം പിടിച്ച് നിൽക്കാനൊന്നും കഴിയൂല. അതുകൊണ്ട് അവർക്ക് കൃത്യസമയത്ത് 1 മണിക്ക് തന്നെ അവർ ചോറ് കഴിക്കാറ്. പിന്നെ ഷൂട്ടുള്ള ദിവസം എന്നെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്കറിയാലോ, ഷൂട്ടിങ്ങും കുക്കിങ്ങും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ കുറച്ച് എന്തായാലും ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെത് കഴിയുമ്പോൾ ഞങ്ങൾ അധികം ഒരുമിച്ച് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഷേസക്കും ഷെസിനും വന്ന എക്സാമുള്ള ദിവസമായതുകൊണ്ട് അവരും ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷേസക്ക് കൊടുത്തു. അപ്പോൾ ഷെസിന് അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനും അവനും ഷേസും പിന്നെ ഒരുമിച്ചാണ് കഴിച്ചത്. അപ്പോൾ എൻ്റെയും ഷേസിൻ്റെയും ചട്ടിച്ചോറ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഷെയ്സിന് ഒരു കുഞ്ഞി ചട്ടി ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ മീൻകറി വെച്ച ചട്ടിയാണ്, അത് ഒഴിച്ചിട്ടാണ് ഷെയ്സിനെടുത്തത്. അപ്പോൾ ഞങ്ങളുടെ ചട്ടിച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിക്കണം. എനിക്ക് ഇങ്ങനത്തെ നാടൻ ടൈപ്പ് ഭക്ഷണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അസ്കർക്കാക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അസ്കർക്ക വന്നിട്ട് വേണം അസ്കർക്കാക്ക് കൊടുക്കാൻ. കോളേജിൽ പോയതാണ്. ഷെയ്സിന് ആ കുഞ്ഞ് ചട്ടിയിൽ കൊടുത്തിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവന് നല്ലോണം കഴിച്ചും ചെയ്തു. പിറ്റത്തെ ദിവസങ്ങളിലൊക്കെ ചട്ടിയിൽ തന്നെ ചോറ് കഴിച്ചത്. ഇപ്പോൾ ഇത്രയും ദിവസം വരെ ചട്ടിയിൽ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചട്ടിച്ചോറ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള റെസിപ്പീസേ കാണിച്ചിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചട്ടിച്ചോറ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.